ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ ബ്യൂട്ടി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. ചോട്ടാ മുംബൈ റീ റിലീസ്. അപ്പോൾ ജൂൺ 6-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതായത് നാളെയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ചോട്ടാ മുംബൈ റീ റിലീസ് തുടർച്ചയായ രണ്ട് വലിയ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ആരവത്തിൽ നിൽക്കുന്ന ലാലേട്ടൻ, അതായത് എമ്പുരാനും അതോടൊപ്പം തുടരും, അങ്ങനെ രണ്ട് തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ആ ഒരു വിജയാഘോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ലാലേട്ടൻ്റെ അടുത്ത റീ റിലീസ് ചിത്രം ചോട്ടാ മുംബൈ. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ റീ റിലീസ് ചിത്രമാണ് ചോട്ടാ മുംബൈ. ആദ്യത്തേത് സ്ഫടികമായിരുന്നു. സ്ഫടികം നല്ലൊരു കളക്ഷനായിരുന്നു റീ റിലീസിന് നേടിയത്. ഏകദേശം 4 കോടിയോളം രൂപയാണ് ചിത്രം റീ റിലീസിന് നേടിയത്. അതിനുശേഷം അദ്ദേഹത്തിന് റിലീസായതായിരുന്നു ദേവദൂതൻ. ദേവദൂതൻ ഏകദേശം 5 കോടി രൂപയ്ക്ക് മുകളിലാണ് റീ റിലീസ് നേടിയതും. അതോടൊപ്പം അന്ന് അല്ലെങ്കിൽ ദേവദൂതൻ റിലീസായപ്പോൾ കിട്ടിയതിൻ്റെയും ഒരു എന്താ പറയുന്നത്, വലിയൊരു വരവേൽപ്പായിരുന്നു ചിത്രം. അന്ന് പരാജയമായിരുന്ന ചിത്രത്തിന് വലിയൊരു വരവേൽപ്പായിരുന്നു റീ റിലീസിന് കിട്ടിയതെന്ന് പറയാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റീ റിലീസായ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. അതും ഏകദേശം 4.7 കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റീ റിലീസ് ചിത്രങ്ങൾ 3 ചിത്രങ്ങളും നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തത് റീ റിലീസിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റീ റിലീസാകാൻ പോകുന്ന ചിത്രമാണ് ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈയെക്കുറിച്ച് നോക്കുമ്പോൾ 2007-ലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ സംവിധായകൻ അൻവർ റഷീദ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയായിരുന്നു ചോട്ടാ മുംബൈ. ആദ്യത്തെ സിനിമ മമ്മൂക്കിയെ വെച്ച് ചെയ്ത രാജമാണിക്യം വലിയ വിജയമായിരുന്നു. അതിനുശേഷമാണ് ലാലേട്ടനെ വെച്ച് ചെയ്ത ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈയും നല്ലൊരു വിജയമാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. അത് ക്ലാഷ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. 2007 മമ്മൂക്കയുടെ ബിഗ് ബിയും അതോടൊപ്പം ദിലീപേട്ടൻ്റെ വിനോദയാത്രയ്ക്കും ഒപ്പമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത്. അതിൽ വിനോദയാത്ര ലോങ് റൺ നേടിയെങ്കിലും തൊട്ട് പിന്നിൽ 2ാമതായിട്ട് ചോട്ടാ മുംബൈ ഫിനിഷ് ചെയ്തു. ചോട്ടാ മുംബൈയെക്കുറിച്ച് നോക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് രാജൻ പി ദേവും അതോടൊപ്പം കലാഭവൻ മണിച്ചേട്ടനും ഒന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ആ കഥാപാത്രങ്ങളൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു ഇതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടാൻ പോകുന്നത് നടേശൻ എന്ന കഥാപാത്രമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും, മണിച്ചേട്ടൻ്റെ ആ ഒരു സ്വാഗും, നെഗറ്റീവ് റോൾ എന്ന് പറഞ്ഞാൽ പക്ക നെഗറ്റീവ് റോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷനായിരുന്നു അൻവർ റഷീദ് മണിച്ചേട്ടനായിട്ട് ചോട്ടാ മുംബൈയിൽ ഒരുക്കിയെന്ന് പറയാം. ആ ഒരു കഥാപാത്രമൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നല്ല കയ്യടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സായികുമാറിനോട് പറയുന്ന ഡയലോഗൊക്കെ, നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആ ഡയലോഗൊക്കെ നല്ല റെസ്പോൺസ് ആയിരിക്കും തിയേറ്ററിൽ കിട്ടാൻ പോകുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ലെന്ന് പറയാം. ഏതായാലും നല്ല പീക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ചിത്രങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ഹിറ്റായി നല്ലൊരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ റീ റിലീസും. ഏതായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ചോട്ടാ മുംബൈ. കാരണം ഞാനും ഒട്ടേറെ റിപ്പീറ്റ് അടിച്ച് കണ്ട ചിത്രങ്ങളിലൊന്നാണ്. ഞാൻ ആദ്യമായിട്ട് ടി വിയിലാണെന്ന് തോന്നുന്നു ഈ സിനിമ. ടി വിയിലാണ് ആദ്യമായിട്ട് കണ്ടത്, സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു ചെറുപ്പത്തിൽ. അതിനുശേഷം നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഒട്ടേറെ കോമഡി രംഗങ്ങൾ, സിദ്ദിഖിക്കയും അതോടൊപ്പം വിജയക്കുട്ടനും, അങ്ങനെ ഒട്ടേറെ കോമഡി രംഗങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചു സായികുമാർ, രാജൻ പി ദേവ്, അങ്ങനെ നീണ്ടുപോകുന്ന കാസ്റ്റിങ്, അതിൽ ഒട്ടേറെ കോമഡി രംഗങ്ങൾ എന്നൊന്നും ജഗതി ചേട്ടൻ്റെ പടക്കം ബഷീറും ഒക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചതാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം. അങ്ങനെ ഒട്ടേറെ കോമഡി രംഗങ്ങൾ, ഒട്ടേറെ കഥാപാത്രങ്ങൾ, എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ചോട്ടാ മുംബൈ. ജൂൺ 6-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. മികച്ച അഡ്വാൻസ് ബുക്കിംഗാണ് കേരളത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും റീ റിലീസിൽ കഴിഞ്ഞ 3 ചിത്രങ്ങളെക്കാട്ടിലും മികച്ച കളക്ഷൻ നേടുമോ എന്നൊരു കാത്തിരിപ്പിലാണ് ലാലേട്ടൻ ഫാൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചോട്ടാ മുംബൈ റീ റിലീസിനും വൻ തരംഗമാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.